ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. നമുക്കൊരു മസാല ചായ ഉണ്ടാക്കിയെടുത്താലോ? കണ്ടോ, ഇത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് കരാമ്പൂ, അതുപോലെ രണ്ട് പട്ടൻ്റെ പീസ്, ഒരു ജാതിപത്രി, ഒരു കഷ്ണം ജാതിക്ക, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്കായി, 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു മസാല ചായ ഉണ്ടാക്കിയെടുത്താലോ? ഈ എന്താ പറയുക, നമ്മളെ ഇഫ്താറിനൊക്കെ നല്ലതാണ്, ഗ്യാസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. ഇത് വറുത്ത് എല്ലാം പൊടിക്കുമ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വെള്ളം ഉണ്ടാക്കിയെടുക്കാം. ആ വെള്ളം അതുപോലെ തന്നെ നമുക്ക് നല്ലതാണ്, നോമ്പ് തുറൻ്റെ സമയത്തൊക്കെ കുടിക്കാനും പിന്നെ എല്ലാ ഗ്യാസിനും എല്ലാം നല്ലതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ അയമോദകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ ഉലുവ. ഇത് വെറുതെ തിളപ്പിച്ചാൽ മതി, വെള്ളത്തിലിട്ടിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളപ്പിച്ചെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ഇടാറുണ്ട്, അത് പൊടിയാണ്. ഇതൊന്ന് തിളച്ചതിന് ശേഷം അതിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല ചൂടാറി വന്നിട്ടുണ്ട്, പൊടിച്ചെടുക്കാം. ഇതും ഇത്ര ചായക്ക് ഇത്രയെന്ന് കണക്കുണ്ട് കേട്ടോ, ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി പൊടിച്ചിട്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പൊടിച്ച് വെച്ച നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ. ഇനി ഇത് 2 കപ്പ് വെള്ളമുണ്ട്, അത് 1 കപ്പായി വരണം, അപ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. 1 കപ്പായിട്ട് വരട്ടെ. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചായപ്പൊടി ഇട്ടിട്ട് ഈ വെള്ളം നല്ലോണം തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ആ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് തിളച്ച് നല്ല കളർ വന്നു ചായക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1 കപ്പ് വെള്ളമുണ്ട്, 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ തിളച്ച് വന്നിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മസാല ഇട്ടാൽ മതി, അത് മതി. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ചായക്ക്. കുരുമുളകിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, അത് കുരുമുളക് പൊടിക്കാത്തതുണ്ടെങ്കിൽ അതിലെന്നിട്ട് വറുത്തെടുത്താൽ മതി. ഒന്ന് തിളച്ച് വന്നാൽ മതി. മധുരം ഓരോരുത്തർക്ക് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ, കുറേ മധുരമൊന്നും ഇടണ്ട, ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഗ്ലാസ്സിലേക്ക് പാരാം. ഇപ്പം നമ്മൾ ചായ അരിച്ചിട്ട് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. ഇത് വെള്ളം ഇതേപോലെ നമുക്ക് 2 കപ്പ് 1 കപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലതാണ്, നമുക്ക് ഗ്യാസിനൊക്കെ പറ്റും. കണ്ടോ, ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നല്ലതാണ്. ഇതെന്താ, ഈ മസാല ഇതേമാതിരി വറുത്തത് കുപ്പിയിൽ ആക്കി വെച്ചാൽ മതി പൊടിച്ചിട്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യും വേണം. ഓക്കെ, ബൈ.